ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. നാടറിയാം നോ അവർ ലാൻഡ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടാലോ? ഈ ഒരു ഏരിയ നിങ്ങൾ എന്തായിട്ടും പഠിച്ചിട്ട് പോകണം. ഓക്കെ, ചോദ്യം ഇതാണ് മക്കളെ. വാട്ട് ആർ ദ 3 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് കേരള? കേരളത്തിലെ 3 പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് എന്താണ്? യെസ്, കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? യെസ്, നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കേരളം അല്ലെ. ഇതിൽ ഗ്രീൻ മാർക്ക് ചെയ്ത് കണ്ടോ? കുറച്ച് ഉയർന്ന അല്ലെ, ഫുൾ എന്താണ്, മലനിരകളൊക്കെ ഉള്ളതാണ് എന്ത്, ഹൈലാൻഡ്. ഗ്രീൻ ആണെന്ത്, ഹൈലാൻഡ്. അതുപോലെ നമുക്ക് എന്തുണ്ടെന്നാ പറയുന്നത്? യെസ്, നമ്മുടെ ഈ ഒരു സൈഡ് കിഴക്ക് ഭാഗത്തേക്ക് എന്താണ്? യെസ്, വിശാലമായ കടൽ തീരങ്ങൾ, കോസ്റ്റൽ ആണ് കേട്ടോ. കോസ്റ്റൽ ഏരിയ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ രണ്ടിനെ നടുക്കുള്ളതാണ് എന്താ? യെസ്, മിഡ്ലാൻഡ് അല്ലെങ്കിൽ ഇടനാട് എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമ്മൾ 3 തിരിച്ചിട്ടുള്ളത്. ഹൈലാൻഡ് അഥവാ മലനാട്, ദെൻ മിഡ്ലാൻഡ് അഥവാ ഇടനാട്, ദെൻ ലാസ്റ്റ് കോസ്റ്റൽ ഏരിയ അല്ലെങ്കിൽ തീരപ്രദേശം എന്നൊക്കെ പറയും. 3 തിരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹൈലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് എന്താ, ഉയർന്ന പ്രദേശങ്ങളില്ലേ, അതായത് ഫുള്ള് മലകള്, അങ്ങനത്തെ കുന്നുകളൊക്കെ ഉള്ള ഏരിയ ഇല്ലേ, അതൊക്കെയാണ് ഈ ഹൈലാൻഡ്, മലനാട്. അതായത് നമുക്ക് ഉയർന്ന പ്രദേശങ്ങളാണ് നമ്മുടെ വയനാട് പോലെയുള്ള, വയനാട്, വൈത്തിരി, അങ്ങനെ ആ ഒരു, പിന്നെ മൂന്നാറ്, അതൊക്കെ അല്ലേ ഇടുക്കി ജില്ലയിലെ ആ ഒരുപാട് ഏരിയസിലൊക്കെ എന്താണ് നമുക്ക് ഹൈലാൻഡ്, മലനാട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എന്താണ് 75 മീറ്റർ ഉയരത്തിലാണ് എന്താ നമ്മുടെ ഹൈലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റൽ റീജിയന്റെ ഉയർന്ന ഏകദേശം 75 മീറ്റർ ഉയരത്തിലായിരിക്കും ഈ ഒരു മലനാട് അല്ലെങ്കിൽ ഹൈലാൻഡ് ഉണ്ടാവുക. കാരണം അത്രയും ഉയരത്തിലാണ്. ഹൈലാൻഡ് എന്ന് പറയുന്നത് ഉയർന്ന പ്രദേശമാണ്. ഹൈ എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ എന്താണ്? യെസ്, ഉയർന്ന എന്ന് നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നു. എന്തൊക്കെയാണ്? ഇൻക്ലൂഡ് ഹിൽസ്, മൗണ്ടെയിൻസ്, പീക്ക്. ഇതൊക്കെയാണ് എന്താ നമ്മുടെ ഹൈലാൻഡിന്റെ പ്രത്യേകത. മറ്റൊന്ന് പറയുന്നത് നമ്മുടെ 44 നദികളില്ലേടാ, അത് ഒറിജിൻ ചെയ്യുന്നതും ഈ ഒരു മലനാടിൽ വെച്ചാട്ടോ, അല്ലെങ്കിൽ ആ ഹൈലാൻഡിൽ നിന്നാണ്. അതുപോലെ കംപ്ലീറ്റ് ഗ്രീനറി, ഭയങ്കര പച്ചപ്പായിരിക്കും. അതുപോലെ നല്ല ഹെവി റെയിൻഫോൾ, നല്ല മഴയൊക്കെ ലഭിക്കുന്ന ആ ഒരു കേരളത്തിന്റെ ഫിസിയോഗ്രഫിയാണ് നമ്മുടെ ഹൈലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈലാൻഡ് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മിഡ്ലാൻഡ് നോക്കുകയാണെങ്കിൽ മിസ് പറഞ്ഞല്ലോ, കോസ്റ്റൽ റീജിയന്റെയും ഹൈലാൻഡിന്റെയും ഇടയിലാണ്, അല്ലെങ്കിൽ മലനാടിന്റെയും തീരപ്രദേശത്തിന്റെയും ഇടയിലാണ് നമ്മുടെ ഇടനാട് വരുന്നത്. ഓക്കെ, ഇടനാട്, അതായത് എന്താണ്? യെസ്, രണ്ടിന്റെയും നടുക്കാണ് വരുന്നത് അല്ലെ. അതുപോലെ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് നോക്കിക്കോ, എന്തായാലും നമുക്ക് മനസ്സിലാവും അല്ലെ. നമ്മുടെ 7.5 മീറ്റർ ഉയരത്തിലാണ് നമ്മുടെ കോസ്റ്റൽ റീജിയൻ. അതുപോലെ 75 മീറ്റർ ഉയരത്തിലാണ് നമ്മുടെ മലനാട് അല്ലെങ്കിൽ ഹൈലാൻഡ്. ഇത് രണ്ടിനെയും നടുക്കുക. അപ്പോൾ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ ഉയരത്തിൽ വരെ അതുവരെ വ്യാപിച്ചു കിടക്കുന്നത് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, നോക്കി, അല്ലെങ്കിൽ ഉയരം, ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ ഒരു മിഡ്ലാൻഡിന്റെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഹില്ലോക്സ്, വാലീസ്, റിവർ ബാങ്ക്സ്, ചെറു കുന്നുകള്, അതുപോലെ താഴ്വരകൾ, നദീതടങ്ങളൊക്കെയാണ് മിഡ്ലാൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. റിവേഴ്സ് ഒക്കെ നോക്കിയാൽ റിവർ ബാങ്ക്, വാലീസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ കോസ്റ്റൽ ഏരിയ, തീരപ്രദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് യെസ്, സമുദ്രനിരപ്പിൽ നിന്നും 7.5 കുറച്ച് ഉയരത്തിലാണ് നമ്മുടെ തീരപ്രദേശം ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അതായത് യെസ്, ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ കോസ്റ്റൽ റീജിയൻ, ദിസ് ഏരിയ ഹാസ് എൻ ആൾട്ടിറ്റ്യൂഡ് അപ് ടു 7.5 മീറ്റേഴ്സ് എബവ് സീ ലെവൽ. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗം കൂടിയാണ്. അപ്പൊ നിങ്ങളോട് 1 വേർഡ് ആയിട്ട് ചോദിക്കുകയാണ്, ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അത് കോസ്റ്റൽ ഏരിയ ആണ് കേട്ടോ. ഓക്കെ, ആ ഒരു സൈഡ് കംപ്ലീറ്റ് കടൽ തീരങ്ങളാണല്ലോ, കടലാണല്ലോ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ തീരദേശമാണല്ലോ വരുന്നത്. അപ്പോ കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ ഉയരാണ് ഉണ്ടാവുക കോസ്റ്റൽ ഏരിയക്ക്. അപ്പൊ ഈ 3 നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം കേട്ടോ. ഓക്കെ, അതുപോലെ നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ കൂടുതൽ കൃഷി ഉണ്ടാകും. നമ്മുടെ തെങ്ങ്, അതുപോലെ വയലൊക്കെ, പാഡിയില്ലേ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് അവിടെ ഉണ്ടാവുക. അതുപോലെ മിഡ്ലാൻഡിൽ നമ്മുടെ കൂടുതലും നമുക്ക് കാണാൻ പറ്റുക നമ്മുടെ റബ്ബറും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. എല്ലായിടത്തും എല്ലാം ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി കൂടുതൽ എന്നൊക്കെ പറയുന്നത് മിഡ്ലാൻഡിൽ കാണാൻ പറ്റും. നമ്മുടെ ഹൈലാൻഡിൽ കാണാൻ പറ്റും നമ്മുടെ
പെപ്പർ, ടീ, കോഫി, കാഡമം, ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ മെയിനായിട്ട് ഇത് കോസ്റ്റൽ ഏരിയയിലാണെങ്കിലും നമ്മുടെ മിഡ്ലാൻഡിലാണെങ്കിലും എല്ലായിടത്തും കാണാം. പക്ഷെ കൂടുതലും നമുക്ക് എന്താണ് ഹൈലാൻഡിൽ കാണാൻ പറ്റിയ ഏതാണ് നമ്മുടെ ഈ ഒരു ടീ, കോഫി, ഏലം അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് അല്ലെ, അതുപോലത്തെ ഐറ്റംസ് ഒക്കെയാണ് എന്ത് പ്ലാന്റേഷൻ ക്രോപ്സ് ആണല്ലേ, അതൊക്കെയാണ് എന്താ മെയിൻ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ ദെൻ നോക്കാം. റൈറ്റ് ദ 2 മെയിൻ റെയിനി സീസൺസ് ഇൻ കേരള. കേരളത്തിലെ 2 പ്രധാനപ്പെട്ട മഴക്കാലങ്ങൾ ഏതൊക്കെയാണ്? യെസ്, നമുക്കെന്നറിയാം അല്ലെ, കേരളത്തിൽ എന്താണ് ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ 2 മഴക്കാലങ്ങൾ ഏതൊക്കെയാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം, നോർത്ത് ഈസ്റ്റ് മൺസൂൺ തുലാവർഷം എന്നിങ്ങനെ 2ആയിട്ടാണ് എന്താ കേരളത്തിന്റെ മഴക്കാലങ്ങൾ ഉള്ളത്. അത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ വാട്ട് ആർ ദ മെയിൻ സോയിൽ ടൈപ്സ് ഇൻ കേരള. കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? യെസ്, കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് ലാറ്ററൈസ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണ്, പഠിച്ചു വെച്ചേ. റെഡ് സോയിൽ അഥവാ ചെമ്മണ്ണ്, അലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്, ഫോറസ്റ്റ് സോയിൽ അഥവാ വനമണ്ണ്, ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ്, ദെൻ പീറ്റ് സോയിൽ അല്ലെങ്കിൽ പീറ്റ് മണ്ണ്. ഇതൊക്കെയാണ് എന്താ കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സോയിൽ ടൈപ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്, കറുത്ത മണ്ണ്. ഇതൊക്കെയാണ് എന്താ കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ മണ്ണിനെ ദോഷകരമായും ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യം കൂടി നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. ബൈ ഗൈസ്.